ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇന്ന് ബീഫ് കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിതിന് മുന്നേ തന്നെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബീഫ് കറിയുടെ റെസിപ്പി. അപ്പോൾ ഞാനിതിപ്പോൾ വേറെ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 2 വർഷത്തോളമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഇന്നൊരു തോന്നൽ വന്നു, ബീഫ് കറിയുടെ ഒന്ന് ഇങ്ങനെ ഇട്ടാലോ. കാരണം കുറേ ആയില്ലേ വീഡിയോ ചെയ്തിട്ട്. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോസ് ഇടാത്തത്, തുടർന്ന് അങ്ങനെ ചാനൽ ഇങ്ങനെ തുടങ്ങിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ മടി കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇന്ന് എനിക്കൊരു തോന്നൽ വന്നപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്കും അത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം എൻ്റെ സബ്സ്ക്രൈബറൊക്കെ പോയിന്ന് തോന്നുന്നു, ആരും ഇല്ല ഇപ്പം. എല്ലാവരും, എനിക്ക് ഫോളോവേഴ്സ് ആണെങ്കിൽ കുറഞ്ഞും വന്നായിരുന്നു. അപ്പം ഇന്ന് ബീഫ് കറിയുടെ ഒരു റെസിപ്പി തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ഓൾറെഡി നെയ്യ് ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് കയ്യിലായിക്കാൻ ആ ഒരു സ്മെല്ല് പോകില്ലല്ലോ, ബീഫിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിക്ക് വെച്ച് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പുറത്തെ സൈഡിൽ നമുക്ക് സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഉലുവ എല്ലാ കറിയിലും എനിക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബീഫ് കറിയിലാണെങ്കിലും ചിക്കൻ കറിയിലാണെങ്കിലും ഒക്കെ ഞാൻ ഉലുവ കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉലുവ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചുവന്നുള്ളി ഉണ്ടാവും കേട്ടോ. അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. ഒരു 4-5 വിസിലായപ്പോൾ തന്നെ ഞാൻ അത് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉലുവ ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മീൻകറിയിലാണെങ്കിലും ഏത് മീൻകറി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഉലുവ ചേർക്കുന്നു. പിന്നെ അതേപോലെ ബീഫ് കറിയിലാണെങ്കിലും ചിക്കൻ കറിയിലാണെങ്കിലും ഒക്കെ ഉലുവ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടിട്ട് 5 എണ്ണം മതിയാവും. ഞാൻ 5 മുളക് ചേർത്ത് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. സവാള ഒരെണ്ണം നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നോക്കിയിട്ട് ഇടുക. ഉപ്പ് കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കൂടുതലും നമുക്ക് കറിയിൽ ഞാൻ ഉള്ളിയാണ് ഞാൻ കൂടുതലും ചേർക്കുന്നത്. സവോളയൊക്കെ ഞാൻ അധികം അങ്ങനെ ചേർക്കാറില്ല കറിയിലാണെങ്കിലും കേട്ടോ. ഞാൻ മീൻ കറി വെക്കാനാണെങ്കിലും ഞാൻ കൂടെ തന്നെ ഉള്ളിയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയതാണ്. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ എല്ലാം ഒന്ന് കളറൊക്കെ മാറി വന്നപ്പോൾ തന്നെ ഞാൻ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിന് എനിക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കുറേ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിനോട് മടി തോന്നിയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇടാനായിട്ട് മടി കാണിച്ചായിരുന്നു വീഡിയോസൊക്കെ അങ്ങനെ. കാരണം ഇത് എഡിറ്റ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് മടി തോന്നി കൂടുതൽ. അപ്പോൾ വിചാരിച്ച് ഞാൻ ഇന്നൊരെണ്ണം ഇട്ടാലോ, കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. സവാളയും തക്കാളിയും ഉള്ളിയൊക്കെ കളർ മാറിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂണായതുകൊണ്ടിട്ട് ഞാൻ 4 സ്പൂണേ ചേർക്കുന്നുള്ളത്. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴറ്റി കൊടുത്താൽ, മല്ലിപ്പൊടിയാണ്
ഏറ്റവും അധികം മൂക്കാത്ത പൊടി മല്ലിപ്പൊടി, അതുകൊണ്ടാണ് ഫസ്റ്റിലേ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചില ആളുകൾ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്, ചില ആളുകൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും, ചില ആളുകൾ മുളക് പൊടി ഫസ്റ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ വെക്കണത്. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒത്തിരി മൂത്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് മല്ലിപ്പൊടി. അപ്പോൾ അതാണ് ഫസ്റ്റിലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ഒരു 3 സ്പൂണ്, കാരണം പച്ചമുളക് ചേർക്കുന്നു, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണോണ്ടിട്ട് നല്ല എരിവുണ്ടാവും. അപ്പം അതുകൊണ്ടിട്ട് മുളക് പൊടി അധികം ഇടണ്ട കേട്ടോ, ഒരു 3 സ്പൂണൊക്കെ ഇട്ടാൽ മതി. അപ്പം ഇതെല്ലാം ഒന്ന് ആ ഒരു പച്ചപ്പ് മണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വഴണ്ടിട്ടിട്ടുണ്ട്. ഞാനപ്പോൾ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഇറച്ചി വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തത് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒരു പച്ചപ്പ് മണം മാറുന്നവരെ വഴറ്റി കൊടുത്ത് ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം ബീഫ് വേവിച്ചതിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇറച്ചി വേവിച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, കണ്ടില്ലേ, ഇത് വേവിച്ച് വെള്ളമാണ്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വേറെ രീതിയിലാണ് വെക്കുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് സ്മെല്ലും കാര്യങ്ങളും വരുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ, കുരുമുളകിൻ്റെയും എല്ലാ ഒരു മസാലപ്പൊടിയുടെ ഒക്കെ ഒരു സ്മെല്ല് തന്നെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നല്ല നെയ്യ് ഉള്ളതുകൊണ്ടിട്ട് നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് ഇത്തിരി കുറവ് പോലെ തോന്നിച്ചായിരുന്നു, അപ്പോൾ ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, നോക്കിയിട്ട് ഇടുക കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ എനിക്ക് മൂക്കിലേക്ക് സ്മെല്ലടിച്ചായിരുന്നു, കാരണം നല്ലൊരു സ്മെല്ലുണ്ട്, മസാലയുടെകളൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം കുറച്ച് മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് ചെറിയ തീയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കറിയൊക്കെ ഒന്ന് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. പിന്നെ അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, വേപ്പില ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും ചെയ്യാത്തവരൊക്കെ കാണുകയാണെങ്കിൽ ഇത് വീഡിയോ കമൻറ്റും ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി അടുത്ത വീഡിയോ ഇടാനായിട്ട് എനിക്ക് മടിയില്ലാതിരിക്കണം, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകളൊക്കെ എനിക്ക് അയക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും കാണാം.